എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. സംസ്ഥാനത്ത് അങ്ങനെ സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചിരിക്കുകയാണ്. ഓണത്തോടനുബന്ധിച്ച് നേരത്തെ വിതരണം ചെയ്യാൻ തീരുമാനിച്ച പെൻഷനാണ് ഇന്ന് ഓഗസ്റ്റ് 19 മുതൽ വിതരണം ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ പെൻഷൻ ലഭിച്ചിട്ടുള്ള ആളുകളും പെൻഷൻ കാത്തിരിക്കുന്നവരെല്ലാം അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ. കുറച്ച് ലഭിക്കുന്ന ആളുകൾ, അതായത് 300, 500, 200 കുറച്ച് ലഭിക്കുന്ന ആളുകൾ, വീട്ടിൽ കാത്തിരിക്കുന്ന ആളുകളെല്ലാം അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്ത് അങ്ങനെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചു. ഇന്ന് അല്പസമയം വിളിച്ചപ്പോൾ പഞ്ചായത്ത് ഡയറക്ടറേറ്റിലേക്ക് പെൻഷൻ കൈമാറിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. വൈകുന്നേരത്തോടു കൂടി എല്ലാവരുടെയും അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ എത്തിച്ചേരുന്നതാണ്. ഈ ഒരു ഓണ പെൻഷന്റെ ഒരു പ്രത്യേകത നേരത്തെ വിതരണം ചെയ്യുന്നു എന്നുള്ളതാണ്. 2 മാസത്തെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു എങ്കിലും അതില്ല. അത് ഏതായാലും കുറച്ച് നന്നായി എന്നാണ് പറയാനുള്ളത്. കാരണം ഇപ്പോൾ ഓണ പെൻഷൻ വിതരണം ചെയ്താൽ പിന്നെ 1.5 മാസത്തോളം പെൻഷൻ ഇല്ലാതെ കാത്തിരിക്കേണ്ടി വരും എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്. എന്തായാലും ഓണ പെൻഷൻ ഇപ്പോൾ 2000 രൂപ തന്നെ, അത് നേരത്തെ വിതരണം ചെയ്യുന്നു. 25 മുമ്പ് കയ്യിലും പെൻഷൻ വിതരണം പൂർത്തീകരിക്കും. വെള്ളിയാഴ്ച മുതൽ കയ്യിൽ പെൻഷൻ വിതരണം ആരംഭിക്കും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ചില സ്ഥലങ്ങളിൽ സർവീസ് സഹകരണ സംഘങ്ങൾ അല്ലെങ്കിൽ സർവീസ് സഹകരണ ജീവനക്കാർ മനഃപൂർവ്വം ഇത് താമസിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഓണത്തിന് പെൻഷൻ കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് പ്രചരണം ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളുടെ വിതരണക്കാർ ആരായെങ്കിലും വെള്ളിയാഴ്ചയ്ക്ക് ശേഷം അവരെ നിങ്ങളൊന്ന് വിളിച്ചു നോക്കണം. പെൻഷൻ അവരുടെ കയ്യിൽ എത്തിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തി ഉണ്ടെങ്കിൽ അത് മേടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ സർക്കാർ വിതരണം ഇന്ന് മുതൽ ആരംഭിച്ചിട്ടുണ്ട്. സഹകരണ സംഘങ്ങളിലേക്ക് ലിസ്റ്റ് എത്തിയിട്ടുണ്ട്. ട്രഷറി മുഖാന്തരം തുക കൈമാറി എടുക്കേണ്ട ഒരു താമസം മാത്രമാണ് അവർക്കുമുള്ളത്. അതുകൊണ്ട് തന്നെ നാളത്തെ കഴിഞ്ഞ് മറ്റന്നാൾ വെള്ളിയാഴ്ച മുതൽ പെൻഷൻ വിതരണം വീടുകളിലും ആരംഭിക്കുന്നതാണ്. ഇതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വന്നിട്ടുള്ള ഏറ്റവും പുതിയ അറിയിപ്പ്. കഴിഞ്ഞ ദിവസമാണ് 1050 കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രിയും മുഖ്യമന്ത്രിയുമായിട്ടുള്ള VD സതീശൻ അറിയിച്ചത്. 59,472 ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടി 951 കോടി രൂപയും സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് പെൻഷൻ വിതരണം ചെയ്യുന്ന 16 ക്ഷേമനിധി ബോർഡിലെ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടി 130,52 ലക്ഷം രൂപയുമാണ് അനുവദിച്ചിട്ടുള്ളത്. കേന്ദ്രവിഹിതം ഇന്ദിരാഗാന്ധി ഭിന്നശേഷി പെൻഷൻ, ഇന്ദിരാഗാന്ധി വിധവാ പെൻഷൻ, ഇന്ദിരാഗാന്ധി വാർദ്ധക്യ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടി 8,46,486 ഗുണഭോക്താക്കൾക്കാണ് കേന്ദ്രവിഹിതം, അതായത് 300, 200, 500 കുറവുണ്ടാകുന്നത്. അവർക്ക് പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടി 26,76 ലക്ഷം രൂപ കൂടി സംസ്ഥാന സർക്കാർ തന്നെ അനുവദിച്ചിട്ടുണ്ട്. അത് കേന്ദ്രവിഹിതമാണ്, കേന്ദ്രം നൽകേണ്ട തുകയാണ്. കുറച്ച് കാലമായിട്ട് കേന്ദ്രം ആ ഒരു തുക നൽകാത്തതുകൊണ്ട് സംസ്ഥാന സർക്കാർ അത് മുൻകൂറായി ഈ പെൻഷൻ വിതരണത്തോടൊപ്പം തന്നെ അനുവദിക്കുകയാണ്. പക്ഷേ വിതരണം ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് അധികാരമില്ലാത്തതുകൊണ്ടാണ് ഒരാഴ്ച വരെ അത് താമസിക്കുന്നത്. ഓണത്തിന് മുമ്പ് തന്നെ ആ പെൻഷനും ആ ഒരു കുറവുള്ള തുക കൂടി അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതാണ്. അപ്പോൾ പെൻഷൻ കിട്ടിയിട്ടുള്ളവരെല്ലാം താഴെ നിന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം.